ഫ്രീയിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: എമിലിയാനോ മാർട്ടിനസ്. ആ എമിലിയാനോ മാർട്ടിനസിനെ കുറിച്ചാണ് ഈ വീഡിയോ. തീർത്തും സാധാരണമായ ചുറ്റുപാടുകളിൽ നിന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലെത്തിയ കഥയാണ് ഡാമിയൻ എമിലിയാനോ മാർട്ടിനസ് റൊമേറോ എന്ന എമിലിയാനോ മാർട്ടിനസിൻ്റേത്. ആരാധകർ അയാളെ സ്നേഹപൂർവ്വം എമി എന്നും എമി മാർട്ടിനസ് എന്നും വിളിക്കും. മാർട്ടിനീഞ്ഞോ എന്നൊരു വിളിപ്പേരും അയാൾക്കുണ്ട്. അർജൻറ്റീന നീണ്ട 36 വർഷത്തിന് ശേഷം 2022 ലോക ചാമ്പ്യന്മാരായപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു. ടൂർണമെൻറ്റിലുടനീളം എമി നടത്തിയ സേവുകളാണ് അർജൻറ്റീനയ്ക്ക് ലോക കിരീടം നേടിക്കൊടുത്തത്. പെനാൽറ്റി കിക്കുകൾ രക്ഷപ്പെടുത്തുന്നതിൽ ഇന്ന് ലോകത്ത് എമിയെപ്പോലെ മിടുക്കുള്ള മറ്റൊരു ഗോൾ കീപ്പറില്ല. 1992 സെപ്റ്റംബർ 2 അർജൻറ്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിലെ മാർ ഡെൽ പ്ലാറ്റയിലാണ് എമിലിയാനോ മാർട്ടിനസിൻ്റെ ജനനം. തീർത്തും ദരിദ്രമായ ചുറ്റുപാടിലായിരുന്നു എമിലിയാനോയുടെ കുടുംബം. സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് നട്ടം തിരിയുകയായിരുന്ന അച്ഛൻ പല രാത്രികളിലും ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് എമിലിയാനോ ഒരിക്കൽ പറഞ്ഞു. ആ രാത്രികൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകില്ലെന്നും അത് എത്രയോ കാലം തന്നെ വേട്ടയാടിയെന്നും എമിലിയാനോ പറയുന്നു. അർജൻറ്റീനയിലെ പ്രശസ്ത ക്ലബ്ബായ ഇൻഡിപെൻഡൻറ്റിൻ്റെയുടെ യൂത്ത് ടീമിലാണ് എമിലിയാനോ തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തനിക്കൊരു പ്രൊഫഷണൽ ഫുട്ബോളറാകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അയാളിലുണ്ടാകുന്നത്. 16ാമത്തെ വയസ്സ് ആകുമ്പോഴേക്ക് തന്നെ എമിലിയാനോയുടെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചിരുന്നു. ആ കാലത്ത് അയാൾ അർജൻറ്റീനയുടെ അണ്ടർ 17 ടീമിൽ കളിച്ചു തുടങ്ങിയിരുന്നു. ഇതോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്രമുഖ ക്ലബ്ബായ ആഴ്സണലിൻ്റെ ശ്രദ്ധ എമിലിയാനോയിൽ പതിയുന്നു. 2009 17ാമത്തെ വയസ്സിൽ അയാൾക്ക് ആഴ്സണലിൽ നിന്ന് ട്രയൽസിനുള്ള ക്ഷണം ലഭിക്കുന്നു. ട്രയൽസ് വിജയകരമായി പൂർത്തിയാക്കിയ എമിലിയാനോയുമായി ഒട്ടും സമയം കളയാതെ ആഴ്സണൽ കരാർ ഒപ്പുവെക്കുന്നു. എമിലിയാനോയ്ക്ക് ലഭിച്ച സുവർണാവസരത്തിൽ സന്തോഷിച്ച ഇൻഡിപെൻഡൻ്റ് ക്ലബ്ബ് അയാളെ സന്തോഷപൂർവ്വം യാത്രയാക്കുന്നു. ആഴ്സണലിലെ ആദ്യ ദിവസങ്ങൾ എമിലിയാനോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായിരുന്നു. ഒരൊറ്റ വാക്ക് പോലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാത്ത അയാൾ ശരിക്കും കുഴങ്ങി. മാത്രമല്ല, വീട്ടിൽ നിന്ന് ആദ്യമായിട്ടായിരുന്നു അയാൾ അത്രയും നാൾ, അതും അത്രയും ദൂരം വിട്ടുനിൽക്കുന്നത്. ആഴ്സണലിനൊപ്പമുള്ള ആദ്യത്തെ ഒരു വർഷം അയാൾ ശരിക്കും ബുദ്ധിമുട്ടി. യൂറോപ്യൻ പാസ്പോർട്ടില്ലാത്തതിനാൽ ആദ്യത്തെ ഒരു വർഷം അയാൾക്ക് ആഴ്സണലിനൊപ്പം പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അയാൾ സൗഹൃദ മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിരുന്നത്. ഒടുക്കം അയാൾ സീനിയർ ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ സ്വാതറിഞ്ഞത് ഓക്സ്ഫോർഡ് ക്ലബിന് വേണ്ടി കളിച്ചപ്പോഴാണ്. അയാളെ വായ്പയിലാണ് ഓക്സ്ഫോർഡിലേക്ക് അയച്ചത്. 2012 അത്. എന്നാൽ ആ വർഷം തന്നെ അയാൾ ആഴ്സണലിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. ലീഗ് കപ്പിൽ കവൻട്രി സിറ്റിക്കെതിരായ മത്സരത്തിലായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് എമിലിയാനോയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. വർഷങ്ങളോളം അയാൾ വായ്പയിൽ വിവിധ ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു. ഷെഫീൽഡ് വെനസ്ഡേ, റോത്തർഹാം യുണൈറ്റഡ്, വോൾവർഹാംപ്റ്റൺ വാണ്ടറേഴ്സ്, ഗെറ്റഫെ, റീഡിംഗ് തുടങ്ങി ഒരു പിടി ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് എമിലിയാനോ മാർട്ടിനസ് ഇംഗ്ലീഷ് ഫുട്ബോളിൽ കളിച്ചത്. ആദ്യ 11-ൽ സ്ഥാനം ലഭിക്കാതെ നിരന്തരം റിസർവ് ഗോൾ കീപ്പറായ എമിലിയാനോ നട്ടം തിരിഞ്ഞു. ഒടുവിൽ 2020 ജൂണിൽ 1-ാം നമ്പർ ഗോൾ കീപ്പർ ബേൺഡ് ലെനോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതോടെ ദീർഘകാലമായി എമിലിയാനോ കാത്തിരുന്ന ആ അവസരം അയാളെ തേടിയെത്തി. അവസരം പൂർണ്ണമായി മുതലാക്കിയ എമി ആ സീസണിലെ ബാക്കി മത്സരങ്ങളിൽ മിന്നിത്തിളങ്ങി. ആ തേരോട്ടത്തിൽ ആഴ്സണൽ FA കപ്പ് കിരീടം നേടിയപ്പോൾ നിർണായകമായ സേവുകളിലൂടെ എമിലിയാനോ മാർട്ടിനസ് കളം നിറഞ്ഞു.
അത് ആഴ്സണലിൻ്റെ 14ാമത്തെ FA കിരീടമായിരുന്നു. ഇതോടെ ആഴ്സണലിൻ്റെ ആദ്യ 11-ൽ സ്ഥിരം ഉൾപ്പെട്ട എമിലിയാനോ ടീമിലെ താര സാന്നിധ്യമായി. ടീമിൻ്റെ സ്ഥിരം ഗോൾ കീപ്പർ പരിക്ക് ഭേദമായി തിരിച്ചെത്തിയപ്പോഴേക്കും എമി തൻ്റെ അവകാശവാദം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ടീമിലെ 1-ാം നമ്പർ ഗോൾ കീപ്പറായി തന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ ആഴ്സണൽ വിടാൻ അയാൾ തീരുമാനിച്ചു. 2020 സെപ്റ്റംബറിൽ എമിലിയാനോ മാർട്ടിനസ് മറ്റൊരു ഇംഗ്ലീഷ് പ്രീമിയർ ക്ലബ്ബായ ആസ്റ്റൺ വില്ലയിലെത്തി. 20 മില്യൺ യൂറോ ആയിരുന്നു എമിലിയാനോയ്ക്ക് ലഭിച്ച പ്രതിഫലം. 4 വർഷത്തെ കരാറിലാണ് അയാൾ ഒപ്പുവെച്ചത്. ആസ്റ്റൺ വില്ലയിലെ ആദ്യ സീസണിൽ എമി ബ്രാഡ് ഫ്രീഡലിൻ്റെ ക്ലബ് റെക്കോർഡിനൊപ്പം എത്തി. 15 ക്ലീൻ ഷീറ്റുകളാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ എമിലിയാനോ മാർട്ടിനസ് കരസ്ഥമാക്കിയത്. ആസ്റ്റൺ വില്ലയുടെ സപ്പോർട്ടേഴ്സ് പ്ലെയർ ഓഫ് ദ സീസണായി എമി തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 ജനുവരി 21-ന് അയാൾ ആസ്റ്റൺ വില്ലയുമായി 3 വർഷത്തേക്കുള്ള കരാറിൽ കൂടി ഒപ്പുവെച്ചു. 2023 ഏപ്രിൽ 1-ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി 100-ാം മത്സരം പൂർത്തിയാക്കി. 100 മത്സരങ്ങളിൽ 34 ക്ലീൻ ഷീറ്റുകളാണ് എമിലിയാനോ പൂർത്തിയാക്കിയത്. ക്ലബിനു വേണ്ടി ആദ്യ 100 മത്സരങ്ങളിൽ അത്രയും ക്ലീൻ ഷീറ്റുകൾ പൂർത്തിയാക്കിയത് റെക്കോർഡായിരുന്നു. ഈ വർഷം ഓഗസ്റ്റ് 21-ന് എമി വീണ്ടും ആസ്റ്റൺ വില്ലയുമായുള്ള കരാർ പുതുക്കി. ഇതനുസരിച്ച് 2029 വരെ അയാൾ ആസ്റ്റൺ വില്ലയിൽ തുടരും. 2024 ഓഗസ്റ്റ് 21-ന് എമി വീണ്ടും ആസ്റ്റൺ വില്ലയുമായുള്ള കരാർ പുതുക്കി. ഇതനുസരിച്ച് 2029 വരെ അയാൾ ആസ്റ്റൺ വില്ലയിൽ തുടരും. 2021 ജൂൺ 3-നാണ് എമിലിയാനോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനയുടെ സീനിയർ ടീമിൽ അരങ്ങേറിയത്. ചിലിക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലായിരുന്നു അത്. മത്സരം 1-1 എന്ന സമനിലയിൽ അവസാനിച്ചു. 2021 ബ്രസീലിൽ നടന്ന കോപ്പ അമേരിക്കയിൽ ചിലിക്കെതിരായ മത്സരത്തിൽ അർദുറോ വിദാലിൻ്റെ പെനാൽറ്റി കിക്ക് എമിലിയാനോ തടുത്തെങ്കിലും റീബൗണ്ടിൽ എഡ്വാർഡോ വർഗാസ് ഗോൾ നേടി. മത്സരം വീണ്ടും 1-1 സമനിലയിൽ സമാപിച്ചു. ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിൽ കൊളംബിയയ്ക്കെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എമി മാർട്ടിനസ് 3 കിക്കുകൾ സേവ് ചെയ്തു. അതോടെ 3-2-ന് ജയിച്ച അർജന്റീന ഫൈനലിലെത്തി. മാരക്കാനയിൽ നടന്ന ഫൈനലിൽ ഏഞ്ചൽ ഡി മരിയയുടെ ഗോളിൽ അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായപ്പോൾ മത്സരത്തിൽ എമിലിയാനോയും നിറഞ്ഞു നിന്നു. ടൂർണമെൻറ്റിലാകെ മികച്ച പ്രകടനം പുറത്തെടുത്ത എമി ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടി. 2022 ജൂൺ 1-ന് ഇറ്റലിയിലെ വെംബ്ലിയിൽ നടന്ന ഫൈനലിസിമയിൽ അർജന്റീന ഇറ്റലിയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തപ്പോൾ വീണ്ടും എമി മാർട്ടിനസിൻ്റേത് ക്ലീൻ ഷീറ്റായിരുന്നു. ഇറ്റലിയുടെ എല്ലാ ആക്രമണങ്ങളും മാർട്ടിനസിന് മുന്നിൽ പരാജയപ്പെട്ടു. 2022 ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പിനുള്ള അർജന്റീന ടീമിൽ ഉൾപ്പെട്ട എമി ടൂർണമെൻറ്റിലെ എല്ലാ മത്സരങ്ങളിലും അർജന്റീനയുടെ ജേഴ്സിയിൽ പ്രത്യക്ഷപ്പെട്ടു. ടൂർണമെൻറ്റിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനെതിരായ മത്സരം എക്സ്ട്രാ ടൈമും കഴിഞ്ഞപ്പോൾ 2-2-ന് സമനിലയിലായി. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എമിലിയാനോ 2 പെനാൽറ്റി കിക്കുകൾ സേവ് ചെയ്തതോടെ അർജന്റീന സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. ഫൈനലിൽ ഫ്രാൻസിനെതിരെ എക്സ്ട്രാ ടൈമും പൂർത്തിയായപ്പോൾ ഇരു ടീമും 3 വീതം ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞു. എന്നാൽ എക്സ്ട്രാ ടൈമിൻ്റെ അവസാന നിമിഷം ഫ്രാൻസിൻ്റെ കോലോ മുവാനിയുടെ ഗോളെന്നുറപ്പിച്ച ഷോട്ട് കാലുകൊണ്ട് തട്ടിയകറ്റിയ എമി ഏതാണ്ട് ഒറ്റയ്ക്ക് അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുക്കുകയായിരുന്നു. മുന്നിൽ എമിലിയാനോ മാത്രമുണ്ടായിരിക്കെ മുവാനി എടുത്ത ഷോട്ടാണ് അസാധാരണമായ മനഃശക്തിയോടെ എമിലിയാനോ രക്ഷപ്പെടുത്തിയത്. മത്സരത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷമായിരുന്നു അത്. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കിങ്സ്ലി കോമൻ എടുത്ത കിക്ക് തട്ടിയകറ്റിയ എമിലിയാനോ 36 വർഷത്തെ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുത്തു. അതും എല്ലാ അർത്ഥത്തിലും കരുത്തരായ ഫ്രാൻസിനെ മറികടന്ന്. ഷൂട്ടൗട്ടിൽ 4-2-നാണ് അർജന്റീന ജയിച്ചത്. ടൂർണമെൻറ്റിലാകെ മികച്ച പ്രകടനം പുറത്തെടുത്ത എമിലിയാനോ
മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടി. ഒപ്പം 2022 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ ഗോൾ കീപ്പറായും എമിലിയാനോ മാർട്ടിനസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 കോപ്പ അമേരിക്കയിലും എമി തൻ്റെ മിന്നും ഫോം തുടർന്നു. ടൂർണമെൻറ്റിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോറിനെതിരെ സാധാരണ സമയത്ത് 1-1 സമനിലയിൽ അവസാനിച്ച കളി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീന ജയിച്ചു. ഷൂട്ടൗട്ടിൽ 2 കിക്കുകളാണ് എമിലിയാനോ രക്ഷപ്പെടുത്തിയത്. ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ ലൗതാരോ മാർട്ടിനസിൻ്റെ ഗോളിൽ കൊളംബിയയെ തോൽപ്പിച്ച അർജന്റീന തുടർച്ചയായി 2ാം തവണയും കോപ്പ അമേരിക്ക നേടി. മാർട്ടിനസ് ആകട്ടെ തുടർച്ചയായി 2ാം തവണയും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടി. 2024 സെപ്റ്റംബർ 28 ഫിഫ എമിലിയാനോ മാർട്ടിനസിനെ 2 മത്സരങ്ങളിൽ നിന്ന് വിലക്കി. അച്ചടക്കം ലംഘിച്ചു എന്നതായിരുന്നു കാരണം. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായി കണക്കാക്കപ്പെടുന്ന എമിലിയാനോ മാർട്ടിനസ് ടീമിലെ മറ്റ് കളിക്കാർക്ക് പന്ത് വിതരണം ചെയ്യുന്നതിലും എത്ര ശക്തമായ ഷോട്ടും തടുക്കുന്നതിലും പ്രത്യേക മിടുക്ക് കാണിക്കുന്നു. പെനാൽറ്റി കിക്ക് തടുക്കുന്നതിലെ മനസാന്നിധ്യവും സാങ്കേതിക തികവും മാർട്ടിനസിനെ ഗോൾ കീപ്പർ എന്ന നിലയിൽ വേറൊരു തലത്തിലെത്തിക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായി കണക്കാക്കപ്പെടുന്ന എമിലിയാനോ മാർട്ടിനസ് ടീമിലെ മറ്റ് കളിക്കാർക്ക് പന്ത് വിതരണം ചെയ്യുന്നതിലും എത്ര ശക്തമായ ഷോട്ടും തടുക്കുന്നതിലും പ്രത്യേക മിടുക്ക് കാണിക്കുന്നു. പെനാൽറ്റി കിക്കുകൾ തടുക്കുന്നതിലെ മനസാന്നിധ്യവും സാങ്കേതിക തികവും മാർട്ടിനസിനെ ഗോൾ കീപ്പർ എന്ന നിലയിൽ വേറൊരു തലത്തിലെത്തിക്കുന്നു. പെനാൽറ്റി കിക്കുകൾ എടുക്കുമ്പോൾ അത് ഗോൾ പോസ്റ്റിൻ്റെ ഏത് വശത്തേക്ക് വരുമെന്ന കണക്ക് കൂട്ടലിലെ കൃത്യതയാണ് എമിയെ ഏറ്റവും കൂടുതൽ അപകടകാരിയാക്കുന്നത്. 2024 മാത്രം 4 പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലാണ് എമിലിയാനോ അർജന്റീനയെ രക്ഷിച്ചത്. എതിരാളികളുടെ 24 കിക്കുകളിൽ 12 എണ്ണവും പിഴച്ചു. ഇതിൽ 9 എണ്ണം എമി രക്ഷപ്പെടുത്തിയപ്പോൾ 3 എണ്ണം ലക്ഷ്യത്തിലെത്താതെ പോവുകയായിരുന്നു. പെനാൽറ്റി കിക്കുകൾ എടുക്കാൻ എതിരാളികൾ വരുമ്പോൾ അവരെ മാനസികമായി തകർക്കാനും അവരുടെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്താനും എമിലിയാനോ നിരന്തരം ശ്രമിക്കുന്നു. പലപ്പോഴും അയാൾ അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഗോൾ കീപ്പർമാരിൽ ഏറ്റവും ആക്രമണോത്സുകമായ എതിരാളികളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന താരമാണ് എമിലിയാനോ മാർട്ടിനസ്. കിക്കെടുക്കാനെത്തുന്ന എതിരാളിയെ പരമാവധി മാനസിക സമ്മർദ്ദത്തിലാക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും മാർട്ടിനസിന് സാധിക്കുന്നു. സമകാലിക ഫുട്ബോളിൽ എത്രയോ തവണ ആ ശ്രമം വിജയിക്കുന്നത് നാം കണ്ടുകഴിഞ്ഞു. മാർട്ടിനസ് മിക്കപ്പോഴും ഗോൾ പോസ്റ്റിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയും അതുവഴി എതിരാളികളെ തകർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എമിലിയാനോയുടെ സമീപനം സ്പോർട്സ്മാൻഷിപ്പിന് വിരുദ്ധമാണെന്ന ശക്തമായ വിമർശനവും ഫുട്ബോൾ ലോകത്തുണ്ട്. എന്തായാലും എല്ലാ വിമർശനങ്ങൾക്കും മീതെ അയാൾ അർജന്റീനയ്ക്ക് ഒട്ടേറെ ഐതിഹാസികമായ വിജയങ്ങൾ സമ്മാനിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ ഏറ്റവും മുൻനിരയിൽ തന്നെയാണ് എമിലിയാനോ മാർട്ടിനസിൻ്റെ സ്ഥാനം.